Hey, all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നിങ്ങളുടെ ജൂൺ മന്ത് റീഡിംഗ് ആണ്. ജൂൺ മാസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, മേജർ ചേഞ്ച് എന്തൊക്കെ മെസ്സേജ് ആണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് നമ്പറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. Alright, let's start with group number 1. Hey, group number 1, your June month reading. What major blessings are coming for you in the month of June? What major blessings are coming for you? So, ജൂൺ മാസം നിങ്ങൾ ചില കാര്യങ്ങൾ കാത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് മൊമെന്റ്, ചില കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ കൊണ്ടുവരേണ്ട ഒരു മന്താണ്. സോ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവുക. ഒരു എന്തെങ്കിലുമൊക്കെ പ്ലാൻ നിങ്ങൾക്കുണ്ട്, മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കുക. കാരണം ആ സമയത്താണ് നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക, അല്ലെ? ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയ, പുതിയൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ചെയ്യണോ വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ? സോ നിങ്ങൾ അത് ചെയ്താലേ പുതിയ കാര്യങ്ങൾ വരാൻ പറ്റുള്ളൂ, പുതിയ തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുള്ളൂ, പുതിയ ഐഡിയാസിന് വരാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുക, റൈറ്റ്? സോ ഇൻസ്റ്റേറ്റ് നിങ്ങളായിട്ട് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൂട്ടുന്നതിനേക്കാൾ നല്ലത് ചില കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരിക, നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അതിലേക്കൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവുക. സോ അത് മാറ്റി വെക്കാതിരിക്കുക. കാരണം ജൂൺ മന്ത് നിങ്ങൾ കുറെ കൂടെ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റിസീവ് ചെയ്യാൻ വേണ്ടി പെൻഡിങ് ആയിട്ടുള്ള നിങ്ങളുടെ തന്നെ ചില ആക്ഷൻസ് നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് അത് ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യത്തിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് ഈവൻ നിങ്ങൾക്ക് തോന്നുകയാണ് ചില സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് പോകുന്ന ലൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരിക, പുതിയ സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്? സോ ഒരേ അവസ്ഥയിൽ കൂടെ പോവാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാത്ത ചില സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റമാവുക, നിങ്ങൾ മാറ്റം എടുക്കുക, നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുക. ഒരു സമയത്താണ് അവിടെ പുതിയ 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 കാര്യങ്ങൾ, പുതിയ എക്സ്പീരിയൻസ്, മാറ്റം, നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം വരുള്ളൂ. ഓക്കെ, സോ ജൂൺ മാസം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഫിയർ ആയിരിക്കാം, നിങ്ങൾ എന്തൊക്കെയാണോ ചിന്തിച്ചു കൂട്ടുന്നത് അതൊക്കെ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ആൻഡ് ജൂൺ മന്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നതും കണക്ട് ചെയ്യേണ്ടതും ഇതുപോലത്തെ ചില കാര്യങ്ങളാണ്. പുതിയ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക, അതായത് ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലോകം ഒന്നിൽ മാത്രമായിട്ട് ഒതുക്കി വെക്കാതിരിക്കുക, അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, പുതിയ കാഴ്ചകൾ, പുതിയ കാര്യങ്ങൾ, പുതിയ അനുഭവങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സ്പെഷ്യലി നിങ്ങളുടെ കൂടെയുള്ള ആളുകളിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്? പുതിയ അവസരങ്ങൾ കൊടുക്കുക, പുതിയ ആളുകൾ മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. കാരണം അങ്ങനെയാണ് ജൂൺ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൂടുതൽ ഇമോഷണലി കുറെ കൂടെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനും. സോ ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവേണ്ടതായിട്ടുണ്ട്. പ്ലേസ് എന്ന് മാത്രം എന്നുള്ളതല്ല, ചില ഇമോഷൻസ് നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്? നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ചിന്തിക്കുന്ന ചില ഇമോഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. പ്രത്യേകിച്ച് അതുകൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വലിയ ഗുണമില്ല എന്നുള്ളത്, അല്ലെ? സോ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, പുതിയ ഇമോഷൻസ് വരേണ്ടതായിട്ടുണ്ട്. സോ ഇതുപോലത്തെ ചില ഇമോഷൻസ് എന്നൊക്കെ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ജൂൺ മാസം പോകുന്നത്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് വെച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കളയുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, സോ ലൈക്ക് ഒരു റീ അറേഞ്ച്മെന്റ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ, നിങ്ങളുടെ മെയിൻലി നിങ്ങളുടെ തോട്ട്സിൽ അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് വലിയൊരു ചേഞ്ച് ആണ്. ഓക്കെ, അല്ലെങ്കിൽ വലിയൊരു ഡിസിഷൻ ആണ്, വലിയൊരു ആക്ഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത തോട്ട്സ് ഒക്കെ എടുത്ത് മാറ്റാൻ സാധിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു കാര്യം എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത്
വലിയ കാര്യമാണ് അല്ലെ. സോ അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. സോ ജൂൺ മാസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില ആളുകൾ കംപ്ലീറ്റ്ലി മാറിപ്പോകും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇമോഷണലി ഒരു അപ്പ് ആൻഡ് ഡൗൺസ് നിങ്ങൾക്ക് ജൂൺ മാസം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. കാരണം മെയിൻലി നിങ്ങൾക്ക് വേണ്ട പാത്ത് അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകേണ്ട പാത്ത് നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ചില ആക്ഷൻസിൽ നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് മെയിൻലി നിങ്ങളുടെ ആക്ഷൻ കൊണ്ടാണ് ചില മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ആക്ഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറച്ച് ഫെയ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പോ നിങ്ങളുടെ സർക്കിളോ കൂടുതൽ ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു ഫെയ്ഡ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾ ഇന്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളതല്ല. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില പ്ലേസിൽ ഒരു ഡിസ്റ്റൻസ് വെക്കുന്നതായിരിക്കാം, ഓർ നിങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഓൾറെഡി ഒരു സിറ്റുവേഷനിൽ കൂടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോവായിരിക്കാം. പക്ഷെ അതേസമയം നിങ്ങൾ അത് ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫും നിങ്ങളുടെ തന്നെ ചില ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. സോ അങ്ങനത്തെ ചില ആക്ഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾക്ക്, എസ്പെഷ്യലി നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്. സോ നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ കൂടി ആണെന്നുണ്ടെങ്കിലും, നിങ്ങളൊരു റിലേഷൻഷിപ്പിലോ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ഹൗസ് വൈഫോ എങ്ങനെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കുറച്ചുകൂടെ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക്, നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആക്കുന്ന ചില കാര്യത്തിലേക്ക്, അത് ഡെഫിനറ്റ്ലി ചില ആളുകൾക്ക് അത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങളാണ്. ഓക്കെ, അത് നിങ്ങളുടേതായിട്ടുള്ള പല കംഫർട്ട് സോണൊന്നും പല ഹാബിറ്റ്സ് ഒന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്ന ചില ആക്ഷൻസ് ആണ് നിങ്ങൾ എടുക്കുന്നത്, ലൈക്ക് ദിസ്. ഓൾറൈറ്റ്. സോ നിങ്ങളുടെ അങ്ങനത്തെ ചില മാറ്റങ്ങളും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് സ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണർ ഓർ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് വലിയൊരു അട്രാക്ഷൻ, റെസ്പെക്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാനുള്ളൊരു റീസൺ ആവുന്നത്. ഓക്കെ, മേ ബി ഇത്ര കാലം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അങ്ങനെ ആയിരിക്കാം അല്ലെ. സോ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നിങ്ങളുടെ ടൈമും എനർജി എഫേർട്ടൊക്കെ നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ചില ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ളതല്ല, ചില കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ചില ആളുകൾ നിങ്ങൾ പുതിയ ജോബിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങളുടെ പാഷൻ ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെൽഫായിട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് പ്രൂവ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ സംസാരമൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ചില ആളുകൾക്കൊക്കെ നിങ്ങളെ കേൾക്കാനൊക്കെ വലിയ താല്പര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ മാസം. ഓക്കെ, കാരണം നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, സംസാരിക്കാൻ പഠിക്കുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഓർ എസ്പെഷ്യലി നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ ഓർ എന്ത് കൈൻഡ് ഓഫ് ഇന്റർവ്യൂവിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. നിങ്ങളുടെ സംസാരമാണ് നിങ്ങൾ കൂടുതൽ അട്രാക്റ്റഡ് ആക്കുന്നത് ഏത് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്തും. അത് റിലേഷൻഷിപ്പോ ജോബോ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ. ഓൾറൈറ്റ്. സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുന്ന മാസമാണ്. അത് പല ഏരിയാസിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, ഈവൻ അത് കുക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ തന്നെ ചില ടാലൻസ് ഒക്കെ നിങ്ങളൊന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ടായിരിക്കണം, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കാം. റൈറ്റ്. ചില ആളുകൾ നിങ്ങൾ കുറെ കാലത്തിന് ശേഷമാണ് നിങ്ങൾ അടച്ചു വെച്ചിട്ടുള്ള ബുക്കൊക്കെ തുറന്ന് നോക്കുന്നുണ്ടായിരിക്കുക. സോ കുറെ കാലത്തിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു റീഡിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ എക്സാക്ട്ലി ഇൻവോൾവ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അതാണ് നിങ്ങൾ കൂടുതൽ ഒരു ചെറുപ്പമാക്കുന്നത്. ഓക്കെ, നിങ്ങൾ പ്രായത്തിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു കാര്യമാണ്. നിങ്ങളുടെ ശരീരം വളരെ അട്രാക്റ്റീവ് ആയിട്ട് കാണുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ. സോ പ്രോബബ്ലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മേലെ തന്നെ പരീക്ഷിച്ച് നോക്കുന്നുണ്ടായിരിക്കണം. ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്, വാഹനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജൂൺ മാസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഒന്നുകിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നതായിരിക്കാം, വാഹനം വാങ്ങിക്കുന്നതായിരിക്കാം, വാഹനം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട് വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങളുടെ തന്നെ ഒരു കംഫർട്ട് സോൺ ആയിരിക്കാം. ഓക്കെ, സോ വാഹനം റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾ ചില സിറ്റുവേഷൻസ് കാരണം
ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ടായിരിക്കണം. വാഹനമോ വീടോ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള, എസ്പെഷ്യലി ലൈക്ക് എന്തെങ്കിലുമൊക്കെ വാഹനം. ഓക്കെ, സോ നിങ്ങളത് പഠിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം. ഓക്കെ, സോ നിങ്ങൾക്ക് പല കാര്യത്തിലും ഒരു ഡൗട്ട് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ പല സംശയങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് പറ്റില്ല എന്ന് തോന്നിയാലും നിങ്ങൾ ശ്രമിച്ചു നോക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ കൂടുതൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും. കാരണം ഈവൻ അത് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ പ്രൗഡ് ആയിട്ട് തോന്നും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ വളരെ ആക്റ്റീവ് ആക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഫുൾഫിൽഡ് ആയിട്ട് നമുക്ക് തോന്നുക, നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന സമയത്താണ്, പ്രൊഡക്റ്റീവ് ആയിട്ട് വരുന്ന സമയത്താണ്. ഇതൊക്കെ നിങ്ങളെ ജൂൺ മാസം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഓരോ ടൈമും നിങ്ങൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി വരെ നിങ്ങളുടെ ഓരോ ടൈമും നിങ്ങൾ വൈസായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ചില അഡിക്ഷൻസ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ചില അഡിക്ഷൻസ് നിങ്ങൾ ഓഫ് ആയി പോകുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 ദാറ്റ്സ് എ മാജിക് ഇൻ യുവർ ലൈഫ്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങളുടെ ഒരു സെക്ഷൽ ഹാബിറ്റ്, സെക്ഷൽ അഡിക്ഷൻ, ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മാസമാണ് ജൂൺ മന്ത്. അത് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വിത്തൗട്ട് എനി ഫോഴ്സ് നിങ്ങൾക്ക് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കത് വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഒരു സെക്ഷൽ ഹാബിറ്റിനെ പോലെ തന്നെയാണ് നിങ്ങളുടെ ചില ഇമോഷൻസ് ഒന്നും നിങ്ങൾ പെട്ടെന്ന് ഓഫ് ആയി പോകുന്നത്. ഓൾറൈറ്റ്, സോ അതുവരെയുള്ള ചില ഇമോഷൻസ് കൊണ്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓവറായിട്ട് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ തന്നെ ഇരുന്ന് കിടന്ന് ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ തന്നെ എനർജിയാണ് ഇല്ലാണ്ടാവുന്നത്, അല്ലെ? പക്ഷെ അങ്ങനത്തെ ചില പ്ലേസിൽ നിന്ന് അങ്ങനത്തെ ചില ഇമോഷൻസ് പെട്ടെന്ന് നിങ്ങൾ ഓഫ് ആയി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഓഫ് ആയി പോകുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെ പറ്റി ഈവൻ ആ ഒരു തോട്ട്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ എൻഗേജ്ഡ് ആവുന്നില്ല. ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഇമോഷൻസ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില പുതിയ ഇമോഷൻസ് നിങ്ങൾ കണക്ട് ആവുന്നുണ്ട്. സോ ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലേക്ക് വരുന്ന സമയത്ത് ചില ആളുകളുടെ പ്രസൻസ്, ചില ആളുകളുടെ അടുത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ചില ഹാബിറ്റ്സിൽ, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പ് ഹാബിറ്റ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്ഷൽ ഹാബിറ്റ്സിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ ചില ആളുകൾക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ മാറി നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, നമ്മൾ പറയല്ലോ ചില റൈറ്റ് ആയിട്ടുള്ള ആളുകൾ വരുന്ന സമയത്ത് നമ്മൾ വിതൗട്ട് എനി ഫോഴ്സ് നമ്മൾ നാച്ചുറലി ചേഞ്ച് ആവും എന്ന് പറയുന്നത് പോലെ ഇതുപോലത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള വ്യക്തി വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു പേഴ്സൺ മാറി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാം. ഓൾറൈറ്റ്, സോ സിംഗിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 1 ലവ് ബിഗിൻസ് യുവർ റൊമാൻറ്റിക് ലൈഫ്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ റൊമാൻറ്റിക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, പാർട്ട്ണർഷിപ്പ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളോ ഇല്ലാത്ത ആളുകളോ ആരാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് this is what you're going to experience in the month of June. Alright, so നിങ്ങളുടെ പാർട്ട്ണറുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് മ്യൂച്വലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും താല്പര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നതാണെന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് അത് റൊമാൻറ്റിക് പേഴ്സൺ ആയിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടം തുടങ്ങുന്നത് നിങ്ങളുടെ മേലാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഇഷ്ടം തോന്നുന്നത്? നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്ന ഒരു പ്ലേസിലേക്കൊക്കെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോട് ഇഷ്ടം തോന്നാണ്, ആൻഡ് അവിടുന്നാണ് നിങ്ങളുടെ അട്രാക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഫോഴ്സും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കാനും നമ്മളോട് ഒരു ഇഷ്ടം തോന്നുന്ന സമയത്താണ് നമുക്ക് നാച്ചുറലി അല്ലെങ്കിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിനും അല്ലെങ്കിൽ സറൗണ്ടിങ്ങിനും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലത്തെ ഒരു മാറ്റമാണ് ജൂൺ മാസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയായിരിക്കാം. ലെറ്റ്സ് ടേക്ക് എന്താണ് നിങ്ങൾ റൊമാൻറ്റിക് ലൈഫിൽ, നിങ്ങൾ ലവ് ലൈഫിൽ എന്താണ് നിങ്ങൾ എത്രമാത്രം അട്രാക്റ്റഡ് ആക്കുന്നത്? ഇറ്റ്സ് എ ഡബിൾ കൺഫർമേഷൻ, മെറ്റീരിയൽ ചേഞ്ചസ്.
സ്പിരിച്വൽ ഫൈനാൻഷ്യൽ ചേഞ്ചസ്. സോ ജൂൺ മാസം നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് അഗൈൻ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ചില കാര്യത്തിലേക്ക് വരുന്നുണ്ട്. ഫൈനാൻഷ്യലി ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നിങ്ങളെ കൂടുതൽ സെൽഫ് കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് അഗെയിൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം, അത് വാഹനമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, അതിനെ പറ്റിയിട്ട് ഈവൻ ചിന്തിക്കുന്നതുമായിരിക്കാം. ഓക്കെ, സോ ഈ ഗ്രൂപ്പ് നമ്പർ 1 ട്രസ്റ്റ് മീ, ലൈക്ക് ജൂൺ മാസം നിങ്ങൾ എന്താണോ മെറ്റീരിയൽ ആയിട്ട് ചിന്തിക്കുന്നത്, മെറ്റീരിയൽ ആയിട്ട് വാങ്ങാൻ, നിങ്ങൾ സ്വന്തമാക്കാൻ, നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത്, അത് വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിനുള്ളൊരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെ വരുന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന പ്ലേസിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ചില ആളുകൾക്ക് അത് മാരേജ് ആണ്. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 1 മാരേജ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റൈറ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. വളരെ ഓർഡർ ആയിട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മാരേജിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഈവൻ ഓർണമെന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ വീടായിരിക്കാം, നിങ്ങളുടെ വീട് മോഡിഫൈ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളെ തന്നെ മോഡിഫൈ ചെയ്യുന്നതായിരിക്കാം. ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ്, അഗൈൻ നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് ഉണ്ടാവുന്ന, നിങ്ങൾക്ക് ഫിസിക്കലി മെന്റലി ഇമോഷണലി ഉണ്ടാവുന്ന ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മന്ത്. ഓൾറൈറ്റ്, സോ എല്ലാ കാര്യങ്ങളും റൈറ്റ് ആയിട്ട് അലൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ കൂടിയാണ്. സോ ഈ ഒരു സമയം നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും യു നീഡ് ടു ബി പ്രിപ്പയർഡ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരു സ്ട്രോങ് ഹോപ്പ് നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഹോപ്പ് ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫ് ഒന്ന് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ നിങ്ങൾക്ക് സൂപ്പർ കോൺഫിഡൻസ് ഉണ്ടാവുകയാണ്. ഓൾറൈറ്റ്, ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ആത്മാഭിമാനം, സംതൃപ്തിയൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു മാസമാണ്. കാരണം നിങ്ങളെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അവെയർ ആവുന്നുണ്ട്. എക്സാക്ട്ലി. ഓക്കെ, സോ സ്പെഷ്യലി കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ മേലെ തന്നെ പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് സ്പൈഡർമാനെ പോലെ. സ്പൈഡർമാന്റെ ആ ഒരു പവർ കണക്ട് ചെയ്യുന്നത് വരെ ഹി ട്രൈഡ് ലൈക്ക് ദിസ് അല്ലെ, കുറെ ശ്രമിച്ചു നോക്കിയിട്ടാണ് ഫൈനലി ഓക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട്, ഇങ്ങനത്തെ ഒരു സൂപ്പർ പവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. എക്സാക്ട്ലി നിങ്ങളുടെ ഉള്ളിൽ എന്തൊരു സൂപ്പർ പവർ ഉണ്ട്. സോ അതൊക്കെ കണക്റ്റഡ് ആവുന്ന നിങ്ങൾ കൂടുതൽ നിങ്ങളെ ഫോക്കസ് ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ് ജൂൺ മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സൈക്കിക് സ്കില്ല് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു സൂപ്പർ നാച്ചുറൽ സ്കിൽ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവർ എന്നൊക്കെ പറയുന്നത് പോലെ, സംതിങ് ലൈക്ക് എന്തുകൊണ്ടാണത് ലൈക്ക് അത്ര പവർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? മേ ബി ലൈക്ക് നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ മേലെ അത് നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന ചില കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങളത് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് വിചാരിക്കാത്തൊരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, മറ്റുള്ള ആളുകൾക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത്. ബട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് വേണം. ഓക്കെ, സോ നിങ്ങളത് ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സോ ഒരിക്കലും നിങ്ങൾ സ്വയം നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്താണോ ഈ സമയത്ത് വീക്കാക്കി തോന്നുന്നത്, ചില ആളുകൾക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ബോഡി ഉള്ള ആളുകൾ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ബോഡി ഷെയിം ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ ഹൈറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല, മെയിൻ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ശരീരവുമായിട്ട് എന്താണോ നിങ്ങൾ കൂടുതൽ ഹേർട്ട് ആവുന്നത്, നിങ്ങളുടെ ശരീരത്തിന് എന്തൊരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ലൈക്ക് നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിന് കുറച്ചുകൂടെ ഒരു ഇങ്ങനെ അടിത്തറ ഉണ്ടാവുക എന്ന് പറയില്ല, ഇങ്ങനെ കാറ്റടിച്ചാലൊന്നും അങ്ങനെ വീണ് പോവില്ല. അങ്ങനത്തെ ഒരു സ്ട്രെങ്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എസ്പെഷ്യലി വളരെ തിൻ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു കൺ ഇൻസ്പയർ, ഓക്കെ, വിത്ത് യുവർ ബോഡി. നിങ്ങളുടെ ശരീരം, മൈൻഡ് പവർ, എന്തോ ഒരു കാര്യം വളരെ സ്ട്രോങ്, ഒരു കല്ല് പോലെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഇത്ര കല്ല് പോലെ ഇത്ര ഹാർഡ് ആയിട്ട് ഇത്ര സ്ട്രോങ് ബേസ് ഉണ്ടാക്കുന്നത്. ചില ആളുകൾക്ക് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലവ് പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. സോ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ, ലൈക്ക് ഒന്നിനെ തകർക്കാൻ പറ്റാത്ത ചില റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയല്ലോ. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ ജൂൺ മന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 1 ജൂൺ മാസം ഓരോ ദിവസവും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ആക്ഷൻ എടുക്കണം. ഓൾറൈറ്റ്, ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ അന്നന്ന് ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ
ശ്രമിക്കുക, ഇത് നിങ്ങൾ ചെയ്യുക, ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ മാറുന്നത്, എന്ത് കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾ പറയാം. ഓക്കെ, ഒന്നും ആലോചിച്ചിട്ട് ചെയ്യണം, നാളെ ചെയ്യാം, അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യാം, 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യാം, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാതെ അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്ന സമയം തന്നെ അത് ഫിനിഷ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്യുക. കാരണം എന്നാലേ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക്, എന്നാലേ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഐഡിയാസ് തരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെരിമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ കൂടുതൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ സ്ട്രെങ്ത് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മന്ത്. നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം കണക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, group number 2, your June month reading. പറയുന്നതിന് മുൻപ് നിങ്ങൾ ഈ മാസം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജേർണൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേർണൽ. സോ അത് എത്രയാണെന്നുണ്ടെങ്കിൽ സ്പെൻഡ് ഫോർ ഇറ്റ്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണൽ നിങ്ങൾ വാങ്ങിക്കുക. കാരണം നിങ്ങൾ ജൂൺ മാസം നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ, ഓക്കെ, സോ നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ താല്പര്യമുള്ള ആളുകളോ, ആൻഡ് മെയിൻലി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷസ് എഴുതി തുടങ്ങുക. ഓൾറൈറ്റ്, സോ ഐ ഫീൽ ലൈക്ക് അത് നിങ്ങളെ സ്ട്രോങ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഇൻ ദ മന്ത് ഓഫ് ജൂൺ. എന്താണോ നിങ്ങൾ എഴുതുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ വരയ്ക്കുന്നത്, മേ ബി ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു ഡ്രീം ലൈഫ് നിങ്ങൾ വരച്ച് കാണിക്കുന്നതായിരിക്കാം. നിങ്ങൾ പെയിന്റിംഗ് ഒക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ആൻഡ് ജസ്റ്റ് സി ഈ ഒരു ജൂൺ മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും അതിന് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ആൻഡ് സി എന്ത് മിറാക്കിൾ ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഡു ഇറ്റ് ഫോർ ദിസ് മന്ത്. ഓൾറൈറ്റ്, ഓരോ ദിവസവും നിങ്ങളുടെ ആഗ്രഹം, ഇനി നിങ്ങൾ ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ട് ബുക്ക് വാങ്ങിക്കുക, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബുക്ക് വാങ്ങിക്കുക ആൻഡ് റൈറ്റ് ഇറ്റ്. നിങ്ങൾ ഓരോ കാര്യങ്ങളും, നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് ഓരോ ദിവസവും നിങ്ങൾ ജൂൺ മാസം നിങ്ങളുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ആളുകളാവരുത്, അത് നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്ക് ആയിരിക്കണം, ഒരു എഴുത്തുകാരനെ പോലെ. ഓർ നിങ്ങൾ എഴുതാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി തുടങ്ങാം. നിങ്ങൾ ബുക്കൊക്കെ എഴുതാൻ പ്ലാൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്പെൻഡ് ജൂൺ മന്ത് ഫോർ ദാറ്റ്. ഓക്കെ, ജൂൺ മാസം നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. കാരണം അത് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണ് ചില ആളുകൾക്ക്. ഓക്കെ, സോ നിങ്ങൾക്കത് ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് യു തിങ്ക് ഓക്കെ ദിസ് ഇസ് ദ സൈക്കിക് മെസ്സേജ് ഫോർ മീ, യാ ദിസ് ഇസ് ഫോർ യു. ഓൾറൈറ്റ്, കാരണം ചില ആളുകൾ അങ്ങനെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്, നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ഇനി എങ്ങനെ വേണം എന്നുള്ളത് ഈ ഒരു 21 days അല്ലെങ്കിൽ ഈ ഒരു ജൂൺ മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എഴുതുക. ആൻഡ് ട്രസ്റ്റ് മീ, അത് നിങ്ങളുടെ ലൈഫിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ഈ മാസം നിങ്ങളുടെ ബുക്ക് ആയിരിക്കണം. നിങ്ങൾ വായിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ബുക്ക് ആയിരിക്കാം. ഓക്കെ, റീഡിംഗ് ഒക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡു ഇറ്റ്. ഓക്കെ, ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചില കാര്യങ്ങള് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കത്തിച്ചു കളയുക എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ വേണ്ടാത്ത കാര്യങ്ങൾ അഗ്നിയിലിട്ടിട്ട് ദഹിപ്പിക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങള്, ഓക്കെ, ആവശ്യമില്ലാത്ത മെമ്മറീസ് ആയിരിക്കാം. അവർ എന്താണ് ചില ആളുകൾക്ക് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ചില ഒരു നെയിം ഉണ്ടായിരിക്കാം, അല്ലെ ഒരു പേരായിരിക്കാം, ഒരു വ്യക്തിയുടെ പേരായിരിക്കാം, റൈറ്റ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു ഇൻസിഡന്റ് ആയിരിക്കാം, റൈറ്റ്. നിങ്ങൾക്ക് മറക്കാനോ ക്ഷമിക്കാനോ നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേരോ ഒരു സിറ്റുവേഷനോ നിങ്ങളുടെ ലൈഫിൽ ഒരു മിസ്റ്റേക്കോ എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾക്കത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതുക, അത് കത്തിച്ചു കളയാം, അത് അഗ്നിക്ക് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഒരു കാൻഡിൽ കത്തിച്ചു വെക്കുന്നതോ, അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്നതോ, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നതോ, നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾക്ക് ആ ഒരു അഗ്നിയുടെ ഒരു പ്രസൻസ്, ഒരു ഫയറിന്റെ പ്രസൻസ് നിങ്ങൾക്ക് ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ട്. ആ ഒരു എലമെന്റ് നിങ്ങൾ കൂടുതൽ കണക്ട് ആവുന്നുണ്ട്. മേ ബി നിങ്ങൾ ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഓർ ഈ മാസം ജൂൺ മാസം നിങ്ങൾ ഏറ്റവും കൂടുതൽ
കണക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഫയർ ആണ്. ഓക്കെ, സോ ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഒരു ആങ്കർ വേർഷൻ കാണാൻ പോകുന്നതും ജൂൺ മാസമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ സഹിച്ചു നിൽക്കുന്ന ചില പ്ലേസ് ഉണ്ടാവും. സോ നിങ്ങളുടെ ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ എം ഹിയറിംഗ് ഈസ് അവസാനത്തെ ഒരു വേർഷൻ ആണ് സംഹാരിണി എന്ന് പറയുന്നത് അല്ലെ, നശിപ്പിച്ച് കളയുക, സംഹരിക്കുക, അഗ്നിയിൽ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് റിയലി ഇൻസ്പയർഡ് മീ. ഓൾറൈറ്റ്, സോ എനിക്ക് ഇഷ്ടമാണ്, എനിക്കിങ്ങനെ ആളുകള് വേണ്ട പ്ലേസിൽ റിയാക്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്. വെറുതെ നമ്മളിങ്ങനെ വളവളാന്ന് പറയല്ല, നമ്മള് ചില പ്ലേസിൽ നമ്മൾ പ്രതികരിക്കണം അല്ലെ, നമുക്ക് വേണ്ടി സംസാരിക്കണം, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കണം, നമ്മുടെ വോയിസ് കേൾക്കണം. റൈറ്റ്, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ നിൽക്കാൻ പോകുന്ന ഒരു മന്താണ് ജൂൺ മാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു എക്സ്ട്രീം ഓഫ് ദേഷ്യം, വെറുതെ നിങ്ങൾ ദേഷ്യം കാണിക്കുക എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിന് ആ ഒരു ലൈക്ക് ഒരു പവർ ഉണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ ചില സ്റ്റോറികൾ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു പവർ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനുണ്ട്, ആ ഒരു എലമെന്റ് ഫയർ. ഓൾറൈറ്റ്, സോ പ്രോബബ്ലി ലൈക്ക് നിങ്ങള് ഫയറൊക്കെ കുറച്ച് സൂക്ഷിക്കുക. ഓക്കെ, തീയുടെ അടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ സൂക്ഷിക്കാം, കാരണം ഇറ്റ് അട്രാക്ട്സ്. സോ ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങളുടെ ജൂൺ മാസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്? സോ ഗ്രൂപ്പ് നമ്പർ 2, സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ്, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കുറെ കാലമായിട്ട് ഉണ്ടാക്കി വെക്കാണ്, അത് നിങ്ങൾക്ക് ഇനി സെൽ ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ബയറെ നിങ്ങൾക്ക് കിട്ടുക, നിങ്ങളുടെ ടാലന്റ് എക്സ്പ്ലോർ ചെയ്യാൻ, ഓർ നിങ്ങൾ എന്താണോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ ഓർ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കഴിവും കൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ട മാസം കൂടിയാണ് ജൂൺ മാസം. ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ എം ഹിയറിംഗ് ഇസ്, ചില ആളുകൾക്ക് ബുക്കൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, ഓർ വരയ്ക്കാനുള്ള കഴിവുണ്ട്, യു ക്യാൻ സെൽ ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ചില കാര്യങ്ങൾ വിൽക്കാൻ പറ്റുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, യു ഗൈസ് ആർ ബിസിനസ് ഓണേഴ്സ്. ഓക്കെ, സോ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിരിക്കാം, ഓർ നിങ്ങൾക്ക് അങ്ങനെ ഈവൻ നിങ്ങൾ എന്തൊക്കെ പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങി വരിക. കുക്കിംഗ് ആയിരിക്കാം ചില ആളുകൾക്ക്. സോ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ do it. Okay, so this is a perfect time. ബിസിനസ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബിസിനസ് പ്ലാൻ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങി വരിക, കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്കാൻ ആളുണ്ട്, നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ സർവീസ് എടുക്കാൻ ആളുകളുണ്ട്, ആളുകൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് അതിന് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഓർ എന്താണോ അഗെയിൻ ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ബുക്ക് വളരെ ഇൻസ്പയർഡ് ആവുന്നുണ്ട്, ഓർ ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക എന്താണ് എന്ത് ബുക്കാണ് എന്നുള്ളത്. സോ ആർക്കെങ്കിലുമൊക്കെ വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വായിക്കുക, കാരണം എന്തെങ്കിലുമൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബുക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, എഴുതാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എഴുതാം. ഇത് ഞാൻ അഗെയിൻ പറയുന്നത് നിങ്ങൾക്കത് വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ബുക്ക് വായന, എഴുത്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം അല്ലെ. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്താണോ അവിടെ കണക്ട് ചെയ്യേണ്ടത് അത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില മെസ്സേജ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, പണ്ട് കാലങ്ങളിൽ നമ്മൾ എഴുതി കൊടുക്കുകയാണ് ചെയ്യുക, ഇപ്പൊ നമുക്ക് മെസ്സേജ് ആയിട്ടും ഫോണിലും അല്ലെങ്കിൽ ഇമെയിലൊക്കെ ആയിട്ടായിരിക്കാം കിട്ടുക. സോ എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇതുപോലെ വളരെ സന്തോഷം ഉണ്ടാക്കി തരുന്നുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കാം ആഫ്റ്റർ എ ലോങ് ടൈം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു ഒഫീഷ്യൽ മെയിൽ അയക്കുന്നതായിരിക്കാം. ഓക്കെ, ജോബ് ഓഫർ ആയിരിക്കാം, ബിസിനസ് പ്ലാൻ ആയിരിക്കാം, ബിസിനസ് ഓഫർ ആയിരിക്കാം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓഫർ ആയിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ ചെറിയ കാര്യങ്ങളല്ല ജൂൺ മാസം എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതാണ് ഈവൻ ലൈക്ക് നമ്മൾ ബുക്കിന്റെ കാര്യം പറഞ്ഞതും എഴുതാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അതിലൊരു ലോ ലെവൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ അല്ലെ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ബുക്ക് എഴുതണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നടക്കോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. സോ അത് പ്രോബബ്ലി നിങ്ങളുടെ ഹൈ എക്സ്പെക്ടേഷൻ ആയിരിക്കണം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് സാധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ ആയിരിക്കാം. സോ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര ഒരു ഇൻകം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം കമ്പനിയിൽ നിങ്ങൾ ജോബ് ചെയ്യുന്നു, നിങ്ങളുടെ ഇൻകം ഇത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ
ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇൻകം മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അത് നടക്കോ ഇല്ലയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് നിങ്ങളുടെ ആ ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, വലിയ ചെലവില്ലാത്തൊരു കാര്യമാണ്. ആൻഡ് നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാരണം ഇങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടത്. നിങ്ങൾക്ക് വേറെ ഒന്നല്ല വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ല വേണ്ടത്. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇതുപോലത്തെ ചില പെർമിഷൻസ് കൊടുക്കാൻ സാധിക്കണം. എന്നാലേ നിങ്ങൾ എന്താണോ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് ഐഡിയാസ് ആണോ കൊടുക്കുന്നത്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഓക്കെ, സോ അനദർ 3 months ടൈം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. സോ ഓഗസ്റ്റ് മാസമൊക്കെ ആവുന്ന സമയത്തേക്ക് നിങ്ങൾ എന്തൊരു മേജർ കാര്യത്തിലേക്ക് നിങ്ങൾ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്രോബബ്ലി അത് ചില ആളുകൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓർ ഇപ്പൊ നിങ്ങൾ ഈ മാസം നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ട്, പ്രോബബ്ലി ഒരു 3 months ടൈം ആ ഒരു കാര്യത്തിന് കൊടുക്കുക. ഈ ഒരു മാസം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്, ഒരു 3 months ടൈം അതിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഓൾറൈറ്റ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് സമയം, അല്ലെങ്കിൽ ഈ ഒരു 3 months ടൈമിൽ ചില മേജർ സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ എന്തോ ഒരു നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ റോള് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ജൂൺ മാസം സംഭവിക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് അത് മാരേജ് ആയിരിക്കാം. ഓക്കെ, സോ ജൂൺ മാസം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ പ്രോബബ്ലി നിങ്ങൾ ഒരു ഓഗസ്റ്റ് മാസം ആവുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് അതൊരു ഫൈനലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ജൂൺ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിന്റെ ഒരു നിയറസ്റ്റ് ഫ്യൂച്ചറിൽ ഒരു മേജർ ഇവന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്ന ഒരു ടൈമാണ്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ പല ഹെഡേക്കും റിലീസ് ആവുന്ന ഒരു എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഗെറ്റ് റെഡി. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് വളരെ ഹ്യൂജ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസ്ഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലത് കാണുന്നുണ്ടാവില്ല. ഓക്കെ, സോ അഗൈൻ ഇറ്റ്സ് ഹിഡൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് ഐസ്ബർഗ് പോലെയാണ്. അതിന്റെ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ് കടലിന് പുറത്തേക്ക് കാണുക, അല്ലെ? കടലിന്റെ ഉള്ളിലാണ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഉള്ളത് ഐസ്ബർഗിന്റെ. റൈറ്റ്, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണോ കാണുന്നത്, അത് അതിന്റെ ഒരു കുറച്ചൊരു ക്വാണ്ടിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചില ബിസിനസ്സിലേക്ക് വരുന്നു, അഗൈൻ അവിടെ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ആയിരിക്കാം ഇനീഷ്യലി കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു റീസൺ കൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ആവരുത്. കാരണം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ അതിന്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട് ഉണ്ട്. ഈവൻ അത് റിലേഷൻഷിപ്പിലുമാണ്. ഓക്കെ, റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചില ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ഓക്കെ, സോ എസ്പെഷ്യലി പുതിയ റിലേഷൻഷിപ്പിലേക്കൊക്കെ വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിലാക്കാൻ, റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ ടൈം കൊടുക്കുക. കാരണം മേ ബി ലൈക്ക് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ അനദർ 3 months ടൈം നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ആക്കണം എന്നുണ്ടായിരിക്കണം, എന്നിട്ടായിരിക്കും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എൻഡ് ആക്കും എന്നിട്ട് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യും. ഓർ ജൂൺ മന്ത് ചില ആളുകൾ നിങ്ങൾ എൻഡ് ആക്കിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അഗൈൻ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സമയത്ത് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ചില കാര്യങ്ങളോ ഡിസ്കണക്ട് ആയി പോയിട്ടുള്ള ചില കാര്യങ്ങളോ ആളുകളോ വീണ്ടും കണക്ട് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മന്ത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില മെസ്സേജ് ഒക്കെ വരാനുണ്ട് ചില ആളുകളുടെ അടുത്ത് നിന്ന്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ചില സിറ്റുവേഷൻ ആണ് ഇത്. നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുള്ള ചില കാര്യങ്ങള് സംഭവിക്കുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മന്ത്. അത് നിങ്ങൾ ചില ആളുകളെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ കുറെ കാലമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ജൂൺ മാസമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അത് നിങ്ങളുടെ ബിസിനസ്സോ റിലേഷൻഷിപ്പോ എന്തോ ആയിക്കോട്ടെ. ഓൾറൈറ്റ്, സോ എന്താണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കുക, അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവേണ്ടത്. ആൻഡ് അഗൈൻ നിങ്ങളുടെ ലൈഫിൽ എന്ത് ഓപ്പർച്യൂണിറ്റി ആണോ വീണ്ടും വരുന്നത്, അത് ആളുകളായിട്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമോ നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ് പ്ലാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിന് വീണ്ടും അവസരം കൊടുക്കുക. കാരണം അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ വർത്ത് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ശ്രമിച്ചു നോക്കുക. കാരണം ചില കാര്യങ്ങളൊക്കെ റീകണക്റ്റഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, കാരണം ചില കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട്, തിരിച്ചറിയാണ്. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, മറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിൽ മാത്രം എന്നുള്ളതല്ല, ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത്
ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ, നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ, റൈറ്റ് ആയിട്ടുള്ള ആളുകൾ സ്ട്രോങ് ആയിട്ട് റീകണക്ട് ചെയ്യാണ്. എന്തൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ചില ബന്ധങ്ങൾ നമുക്ക് തകർക്കാൻ പറ്റില്ല, അല്ലെ? സോ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങൾ നിർത്തിപ്പോയിട്ടുള്ളതോ, അങ്ങനെ ഡിസ്കണക്ട് ആയി പോയിട്ടുള്ളതോ, അങ്ങനെ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളതോ ആയിട്ടുള്ള ചില ആളുകൾക്ക് നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യാണ്. നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകളായിരിക്കാം. സോ ചില ആളുകൾ നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകൾ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ലൈഫിലോ. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ നിങ്ങൾ വിളിച്ച് സംസാരിച്ച് അവരെ വീണ്ടും റീകണക്ട് ചെയ്യുന്ന ചില എക്സ്പീരിയൻസ് നിങ്ങൾ സ്പെഷ്യലി നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, വീടെന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന പ്ലേസ് എന്ന് മാത്രം എന്നുള്ളതല്ല, ഒരു ഹോം, നമ്മൾ പറയും നമ്മുടെ ഒരു ഹോം ഫീലിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെ? സോ നമ്മുടെ ആ ഒരു ഫീലിങ്സ് കണക്ട് ആവുന്ന ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ഒരു ഹോം ഫീലിംഗ് ഉണ്ടാവുക? നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് വളരെ വേണ്ടപ്പെട്ട ആളുകളെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുക, അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക, വീണ്ടും തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? ചില തെറ്റ് തിരുത്തി വരിക, അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ജൂൺ മാസം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് സമയമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ജൂൺ മാസം ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് ലീഗൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ വീട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, എന്താണോ പണി തീരാണ്ട് കിടക്കുന്നത്, ഒരു ഫിനിഷ്ഡ് അല്ലാണ്ട് കിടക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഈവൻ അത് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനും. ഗ്രൂപ്പ് നമ്പർ 2 റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് എവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, നിങ്ങൾക്ക് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ജൂൺ മാസം വളരെ സോൾഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് നിറയും, നിങ്ങൾക്ക് സന്തോഷമാവും, നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആവും. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾ കാണുകയാണ്, വീണ്ടും കാണുകയാണ്, വീണ്ടും വരികയാണ് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ. വിത്ത് ചേഞ്ച്, മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട് അവിടെ. ഓക്കെ, സോ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതല്ല, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം. എന്താണോ ഉദ്ദേശം, അല്ലെങ്കിൽ ചില കാര്യത്തിന്, ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കും, അല്ലെ? പക്ഷെ നമ്മുടെ പല സിറ്റുവേഷനും പല എക്സ്പീരിയൻസും വെച്ചിട്ടായിരിക്കാം നമ്മൾ പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പേർപ്പസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ, ഓരോ ആളുകൾക്കും ഓരോ കണക്ഷനും അതിൻ്റെതായിട്ടുള്ള പേർപ്പസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ, എന്തോ ഒരു കാര്യം അതിന്റെ ഒരു റൈറ്റ് പേർപ്പസ് ഫിനിഷ് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുള്ളി അത് സെറ്റിൽ ആവുന്നുണ്ട്, കണക്ട് ആവുന്നുണ്ട്. യെസ്, ഇത് പ്രോബബ്ലി ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജും അതാണ്. ഈ സമയം നിങ്ങൾ വളരെ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഗിവ് അപ്പ് ചെയ്യുക. ട്രസ്റ്റ് മീ, എല്ലാം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുക. എന്താണോ നിങ്ങൾ കുറെ ശ്രമിച്ചിട്ട് ആളുകളോ സിറ്റുവേഷനോ എന്തോ ആയിക്കോട്ടെ, ഗിവ് അപ്പ് ചെയ്യുക. ഓക്കെ, അത് വിട്ടേക്കുക, അത് കംപ്ലീറ്റ്ലി വിട്ടേക്കുക. കാരണം ചില കാര്യങ്ങൾ നാച്ചുറലി അതിൻ്റെതായിട്ടുള്ള ഒരു പേർപ്പസ് ഫിനിഷ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളായിട്ടൊന്നും ഫോഴ്സ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവുന്നില്ല. ഓക്കെ, ജൂൺ മാസം നിങ്ങൾ വളരെ സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആയിട്ടോ ഇരിക്കേണ്ട ഒരു മാസമല്ല. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു മാസമാണ്. ഓക്കെ, വരുന്നൊരു 3 months, ജൂൺ മാസം മാത്രം അത് എൻഡ് ആവുന്ന ഒരു പ്രോസസ് അല്ല. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 months നിങ്ങളുടെ ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല റോൾസ്, പല കാര്യങ്ങളും പെർഫോം ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ്. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കേണ്ട ഒരു മാസമാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. ഹലോ, ഗ്രൂപ്പ് നമ്പർ 3, യോർ ജൂൺ മന്ത്. എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ടാരോട്ട് റീഡിങ്ങിലൂടെ നോക്കുന്നതിന് മുൻപ്, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിലെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പോകുന്ന മാസമായിരിക്കാം. ഓൾറൈറ്റ്, റെസ്പോൺസിബിലിറ്റി എന്താ എന്നൊക്കെ, അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാം. എന്താണ് ഈ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ,
നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പാരന്റ്സ് ആവുന്നു, ഒരു അച്ഛനും അമ്മയും ആവുന്നു, പ്രഗ്നന്റ് ആവുന്നു, കല്യാണം കഴിയുന്നു, ഫാമിലിയിലേക്ക് വരുന്നു, ഫാമിലി സ്ട്രെങ്തൻ ചെയ്യുന്ന ചില കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റിയിലേക്കൊക്കെ നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ പോവാണ്. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത റെസ്പോൺസിബിലിറ്റി എന്നുള്ളതല്ല, ചില അവസരങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെങ്കിൽ എൻജോയ് ഇറ്റ്. സ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ കൂടുതൽ നോക്കുക. നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, നിങ്ങളുടെ കുട്ടികള്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് നിങ്ങൾ സ്പെഷ്യലി ഫാമിലിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമോഷൻസ് ഫുൾഫിൽ ആവുന്ന അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ ഒരു സെന്റിമെന്റൽ സിറ്റുവേഷൻ. ഓക്കെ, സോ സെന്റിമെന്റൽ എന്ന് പറയുന്നത് വളരെ സങ്കടം എന്ന് മാത്രം എന്നുള്ളതല്ല. സോ ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന സമയത്ത്, ചില ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത്, അതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ ജൂൺ മാസം ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഫാമിലിയിലെ ചില ആളുകൾക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല, ചില പ്ലേസിൽ നിങ്ങൾ തോന്നാണ് നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ സിംഗിൾ മദർ ആയിരിക്കാം ചില ആളുകളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. സോ ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ഉള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 എന്താണെന്ന് ജൂൺ മാസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്, വാട്ട് യു നീഡ് ടു ഹിയർ, റീകണക്ട് അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യാണ്, കൂടെ നിൽക്കുകയാണ്. ഓക്കെ, ചേർത്ത് പിടിക്കുകയാണ്, സന്തോഷം ഉണ്ടാവുകയാണ്. ഇതുപോലത്തെ എക്സ്പീരിയൻസ് ജൂൺ മാസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മേജർ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ട്രാവൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ചില പ്ലേസ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചില പ്ലേസിലേക്ക് പോകണം. ഓക്കെ, സോ അത് എസ്പെഷ്യലി നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം ആരെങ്കിലും നിങ്ങളടുത്ത് വന്ന് ചോദിക്കുകയാണ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് വീട്ടിലെ കാര്യമുണ്ട്, ആ കാര്യമുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്. ആരെങ്കിലും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരാണ്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് പോവാം, നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾ ആരും വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനത്തെ തോന്നൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം കൂട്ടി പോവാം. ഓക്കെ, കാരണം ചില കാര്യങ്ങള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പോകണം. നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അത് പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ, ഇങ്ങനത്തെ കാര്യം ഉണ്ടെന്നൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങൾ അത് പോവാ, എൻജോയ് ചെയ്യാം. ഓക്കെ, അത് പ്ലേസ് ആയിരിക്കാം, ചില ആളുകൾക്ക് ചില ഇവന്റ് ആയിരിക്കാം. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൺസേർട്ട് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോങ്സ്, മ്യൂസിക്. ഓക്കെ, സോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കൺസേർട്ടിന് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളെ ആളുകൾ ഉണ്ടാവും. ഓക്കെ, മനസ്സിലാക്കുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ല, മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാവുന്നുണ്ട്, മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സെന്റിമെന്റൽ സിറ്റുവേഷൻ, ചില ആളുകൾക്ക് നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്താണ്. സോ നിങ്ങളെ ഇഷ്ടമില്ലാണ്ടായിരിക്കാം മാറി നിൽക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളെ മാറ്റിക്കൊണ്ട് വെക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചില പ്ലേസ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഡിസേർവ് ആണ്. സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ വേറെ പ്ലേസിലേക്ക് മാറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തുന്ന പ്ലേസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ ഡെസ്റ്റിനി ആയിട്ട് നിങ്ങളെ ചില പ്ലേസിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഡെസ്റ്റിനിയിലെ ചില മെയിൻ ചാപ്റ്ററിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവും. റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആരെ ചൂസ് ചെയ്യണം, ആരെ മാരി ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും, അല്ലെ, ആരുടെ കൂടെ പോകണം എന്നുള്ള ഒരു സിറ്റുവേഷൻ. സോ അതിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ചില പ്ലേസിലേക്ക് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വിട്ട് കളഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. അത് ഈവൻ നിങ്ങളുടെ അത്ര കാലത്തൊരു വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി. ഓക്കെ, നിങ്ങളുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, മതപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ കൾച്ചർ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കാം. ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ ഇറങ്ങി വരികയാണ്, മാറി നിൽക്കുകയാണ്.
പ്ലേസ്, സ്ഥലം നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് ലൊക്കേഷൻ വൈസ് എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ ലൈഫില് ചില ആളുകളുടെ ലൈഫിലെ പൊസിഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ചില റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചെടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കല്യാണം കഴിക്കുന്നു, അതിലേക്ക് ആ ഒരു ഫാമിലി ലൈഫിലേക്ക് വരുന്ന സമയത്ത് സംഭവിക്കുന്ന സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. പക്ഷേ അവിടെ നിങ്ങൾ പുതിയ പുതിയ കാര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പുതിയ കാര്യങ്ങൾ, പുതിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് ചില ആളുകൾക്ക് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ ചില കാര്യങ്ങൾ, പുതിയ പുതിയ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു വരിക, അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. നാച്ചുറലി ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോവുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസ് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, പ്ലേസ് മീൻസ് ലൈക്ക് ബെറ്റർ ആയിട്ടുള്ള സ്ഥാനമാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തൊരു സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ പറയാം, എന്ത് സ്ഥാനമാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്, എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, your June month reading. What major blessings are coming for you? ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നെസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കിളിക്കൂട് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ വളരെ സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആളുകളുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വരുന്നത് പോലെയാണ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിലെ ഏത് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ബഹളുള്ള പ്ലേസിൽ നിന്ന് വളരെ ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞു ഫാമിലിയിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് പോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ സന്തോഷമാണ് മെയിൻലി അവിടെ സന്തോഷം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിലെ ചില ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആക്കി വെക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന റെസ്പോൺസിബിലിറ്റി ഒക്കെ ആയിരിക്കാം ചില ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ട്രോങ് ആക്കുന്നത്. ഓക്കെ, സോ യെസ്, എന്റെ ലൈഫിലൊരു കഠിനാധ്വാനം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഇറ്റ്സ് ലൈക്ക് നമ്മള് നട്ട് വിളവെടുക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങള് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫില് ചില കർമ്മങ്ങള്, ഓക്കെ, സോ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ലതാണെന്നുണ്ടെങ്കിലും ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് റിട്ടേൺ ആവുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. സോ അതാണ് ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, പക്ഷെ ആ ഒരു സമയത്ത് ആർക്കും മനസ്സിലാക്കാനോ അപ്രീഷിയേറ്റോ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അത് എവിടെയും പോവില്ല, അല്ലെ? അതൊക്കെ നിങ്ങളുടെ കർമ്മയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഫീൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കർമ്മയാണ്. സോ അവിടെ എന്താണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പീരീഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ യു നീഡ് ടു കളക്ട് ഇറ്റ്. നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യാണ്ട് വേറെ എവിടെയും പോകാൻ പറ്റില്ല. ഓക്കെ, അത് നല്ലതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലെസൺ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അപ്പോഴേ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെ? ഒരു വിഷമായിട്ടേ നിങ്ങൾ എടുക്കണ്ട. നിങ്ങളുടെ ലൈഫിൽ ജൂണിൽ നിങ്ങൾ പോകുന്ന എന്ത് ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷനോ എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ ലൈഫിൽ ഇങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു എന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ആ ഒരു കാര്യം, ആ ഒരു ലെസൺ ഒക്കെ ക്ലിയർ ആയി പോവാണ്, അതിലൂടെ പോവുക. അതെന്താണോ തരുന്നത്, വിഷമം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിഷമത്തോട് കൂടിയിട്ട് പോവാ. കാരണം ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, സോ ചില ആളുകളിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തകള്, എക്സ്പീരിയൻസ്, നിങ്ങളുടെ ആ ഒരു നല്ലൊരു കർമ്മത്തിന് ഉള്ളൊരു റൈറ്റ് റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതെവിടെയും പോവില്ല. എക്സാക്ട്ലി, ഗ്രൂപ്പ് നമ്പർ 3 അത് നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഒരു മാസമാണ് ജൂൺ മാസം. ഓക്കെ, മെയിൻലി ചില ആളുകൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ആളുകളെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ചേഞ്ച് ഡിസേർവ് ചെയ്യുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള മാറ്റം ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് റിവാർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തല്ലോ, കുറെ കാലം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല. ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളൊക്കെ കാണുന്ന ഒരു പവർ ഉണ്ട്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മൾ ലീഡ് ചെയ്യാന്ന് പറയാം, നമ്മുടെ ഓരോ ആക്ഷൻ.
സോ അത് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എവിടെയും പോവില്ല. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, സോ ജൂൺ മാസം നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നതുമായിട്ടുള്ള കൊടുത്തു വാങ്ങിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, ആ ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ ക്ലിയർ ചെയ്യാന്ന് പറയില്ലല്ലോ. ഫൈനാൻഷ്യൽ ഇയേഴ്സിൽ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ ക്ലോസ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യുന്ന ഒരു മാസമാണ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഒരു അപ്പ് ആൻഡ് ഡൗൺ സെന്റിമെന്റൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇതൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോവാം. ഓക്കെ, സോ ലൈഫാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ എന്താണോ വിട്ടുപോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയേണ്ടതായിട്ടുണ്ട്, വിട്ടുപോകും. ഓക്കെ, നിങ്ങൾ മാറി നിൽക്കോ, നിങ്ങൾ ഇഷ്ടത്തോട് കൂടിയിട്ടോ അല്ലാണ്ടോ നിങ്ങൾ ചില സ്ഥാനമാറ്റം ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് പഴയ സ്ഥാനത്ത് പോയി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്താണ്. സോ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഹാബിറ്റ്സോ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളോ സിറ്റുവേഷനോ എന്തോ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ മാറി, ഇപ്പൊ നിങ്ങൾ വളരെ പുതിയ ആളാണ്, വളരെ നല്ല ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോവാണ്. പക്ഷെ നിങ്ങൾക്ക് പഴയ കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾ കൂടുതൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതെന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയതിലേക്ക് പോകണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നോ അതിലേക്ക് പോകണ്ട എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തന്നെ ഗൈഡ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ടെംപ്ടേഷൻസ് പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ പുതിയ സർക്കിൾ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന പുതിയ ആളുകള്, പുതിയ സന്തോഷം, ആളുകളെന്ന് മാത്രം എന്നുള്ളതല്ല, പുതിയ എന്തൊരു സന്തോഷം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം പുതിയ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ജേർണിയിൽ മേ ബി പ്രോബബ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾക്ക് നിങ്ങൾക്കൊരു ഫിസിക്കൽ മെന്റൽ ഹെൽത്ത് നിങ്ങളെ കൂടെ നടത്താൻ, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു നടത്താൻ ഒരാൾ വേണം. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഡെഫിനറ്റ്ലി ആരും ഒരാൾ തരുന്നുണ്ട്. സോ അത് പ്രോബബ്ലി നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൺസിഡർ ചെയ്യാനും സ്നേഹിക്കാനും നിങ്ങളുടെ പ്രസൻസിൽ നിൽക്കുന്ന ഒരാളുണ്ടായിരിക്കണം. അത് ഈവൻ ആനിമൽ ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, ഹ്യൂമനോ ആനിമലോ ഓർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻസ്പയർ ആയിട്ട് തരുന്ന, നിങ്ങളുടെ ശ്രദ്ധ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഭാഗത്തിൽ ഉണ്ടാവും. ഓക്കെ, ഓർ ചില ആളുകൾക്ക് അത് കണക്ഷൻ ആണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻസ്, ഇറ്റ്സ് ലൈക്ക് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെ, സോൾമേറ്റ് കണക്ഷൻ പോലെ ഉള്ള ചില കാര്യങ്ങള് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഒരു ഹോം ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് അത് ചില ആളുകൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങളുടെ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ നിങ്ങൾ ബാലൻസ് ചെയ്യാണ്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാണ്. സോ അതിന് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ചില ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. സോ ഇത് ചില ആളുകൾക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഓരോ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ജൂൺ മാസം സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ സ്വഭാവത്തില്, നിങ്ങളുടെ കർമ്മയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണ്. നിങ്ങൾ അത് ക്ലിയർ ആവുന്ന സമയത്താണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങൾ എങ്ങനത്തെ പ്ലേസിൽ വരണം, നിങ്ങൾ ആരെയാണ് ഡീൽ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ചില കണക്ഷൻസ് ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കും, പുതിയ ആളുകൾ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്കതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആയിക്കൊള്ളണമെന്നില്ല, അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. നിങ്ങളെ അങ്ങനെ എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കാം ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് ഗൈഡ് ചെയ്ത് വെക്കാൻ. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺസിലൂടെ, അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളെ പറ്റിയിട്ട് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. മേ ബി ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 3 ഇപ്പോഴായിരിക്കും നിങ്ങൾ പല കാര്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? സ്പിരിച്വൽ കണക്ഷൻ, സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം, എന്താണ് സ്പിരിച്വൽ ജേർണി. സോ ഇതുപോലെ നിങ്ങളെ അതിങ്ങനെ കണക്റ്റഡ് ആക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കൂടുതൽ റിയലൈസ് ചെയ്തു വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം അളന്നു നോക്കാനും മനസ്സിലാക്കാനും
ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചില ശരിതെറ്റുകൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ചില ശീലങ്ങൾ, ഓക്കെ, നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നത് എപ്പോഴാണ്? നമ്മൾ കൂടുതൽ നമ്മളെ തിരിച്ചറിയുന്ന സമയത്താണ് നമ്മൾ എവിടെയാ നിൽക്കുന്നത്, എവിടെ ആയിരുന്നു ഇത്ര കാലം, നമ്മൾ എന്ത് ഇത്ര കാലം ചെയ്തെന്നൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യാം, അല്ലെ? സോ ആ ഒരു സമയത്ത് നമുക്ക് സ്വയം ഫൊർഗീവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്ന ഒരു ടാസ്കിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ ചില പ്ലേസിൽ നിങ്ങൾക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. സോ അവിടെ ചില ആളുകളുടെ ആവശ്യമുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ട് എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരാൾ വന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കണക്ഷൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്കല്ല നിങ്ങൾ കൂടുതൽ ഫോക്കസ് ആക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്കുള്ള മെസ്സേജ് ഗ്രൂപ്പ് നമ്പർ 3. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.